ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചെമ്മീൻ ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം പാൻ ചൂടാക്കി അതിലോട്ട് 3 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ ഓയിലും ചേർത്തിട്ട് നമ്മൾ കശുവണ്ടിയും കിസ്മിസും വറുത്തെടുക്കുക. നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള കൂടി ചേർത്ത് നന്നായി ബ്രൗൺ നിറാവുന്ന വരെ വറുത്തെടുക്കാം. അതിനുശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് ഞാനിത് ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് മാറ്റാം. ഇനി ഇതേ പാനിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. 1 കിലോ ചെമ്മീന് വേണ്ട അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ ടൈമിൽ നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. 2 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. റൈസ് ഒരു അരമണിക്കൂർ കുതിർത്തതിന് ശേഷം വെള്ളം ഊറ്റി മാറ്റി വയ്ക്കാം. ഞാൻ കുക്കറിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ 3 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്ത് അതിലേക്ക് 4 ഏലക്കായ, 4-5 കരയാമ്പൂ, ഒരു കഷ്ണം പട്ട, ഒരു തക്കോലം ചൂടായി വരുമ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പോളം വെള്ളം ഒഴിച്ച് 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. കുക്കറിന് വിസിലിടണ്ട. തീ സിമ്മിൽ വെച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഈ ടൈം കൊണ്ട് നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത് കൊടുക്കുക. പുതിനയില ഒരു 4-5 ഇല മാത്രം എടുത്താൽ മതി. കാരണം ഫിഷ് ബിരിയാണി ആകുമ്പോൾ അത്രയ്ക്കൊക്കെ മതി, അല്ലെങ്കിൽ അതിൻ്റെ കുത്ത് മുന്നിട്ട് നിൽക്കും. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. നല്ല കട്ട തൈരാണ് ചേർക്കുന്നത്, പുളിയില്ലാത്ത തൈര്. എന്നിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഈ ടൈമിൽ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓഫ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് തുറക്കാം. തുറന്നതിന് ശേഷം നമ്മുടെ ചെമ്മീൻ മസാല ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം കുക്കർ അടയ്ക്കാം. എന്നിട്ട് വിസിൽ വെക്കാം. ഇതിന് ശേഷം തീ സിമ്മിൽ ഒരു 5 മിനിറ്റിൽ കൂടുതൽ വെക്കേണ്ട. 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് അതിൻ്റെ പ്രഷർ തനിയെ പോയതിന് ശേഷമാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ടിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഉള്ളി എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. മല്ലിയില വേണമെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു മുട്ടയും സാലഡും കൂടെ വെച്ചാണ് ഇത് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.